ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇനി എക്സസൈസ് പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ നമ്പർ 1 കുറച്ച് എക്സസൈസ് ഉള്ളു. എനിക്കൊന്ന് 2 കണ്ടേ ഉള്ളൂ തോന്നുന്നു. ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് 2 kg of orange and 3 kg of apple is ₹520. Price of 3 kg of orange and 2 kg of apple is $480. What is the price of each? നമ്മൾ ഇതിന് മുമ്പുള്ള എക്സാമ്പിൾ ഏതാണെന്ന് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. അപ്പോൾ 2 വേരിയബിൾസ് കൊടുക്കാം. ഓറഞ്ചിന് എക്സ്, ആപ്പിളിന് വൈ. അപ്പൊ നമ്മൾ കണ്ടീഷൻ എഴുതണം ആദ്യം കേട്ടോ. എന്നാ എഴുതും? ലെറ്റ് പ്രൈസ് ഓഫ്, എന്നാലല്ലേ അറിയത്തുള്ളൂ എക്സ് എന്നാ വൈ എന്നാന്ന്. ആൻസർ നോക്കുന്നവർക്ക് അറിയണ്ടേ, നിങ്ങളുടെ മിസ്സുമാർക്ക് അറിയണ്ടേ. ലെറ്റ് ദ പ്രൈസ് ഓഫ് ഓറഞ്ച് is equal to x, price of apple is equal to y. ആദ്യം എക്സും വൈയും വേരിയബിൾ കൊടുത്തു. ഇനി കണ്ടീഷൻസ് ഇതാൻ പോണെ. 2 kg of orange. ഓറഞ്ച് എത്ര കെ ജി? 2 kg. അപ്പൊ നമ്മൾ എന്നാ എഴുതും? 2x. അതോ 2 + x എഴുതുമോ? ഇല്ല, 2 kgക്ക് 2x. ഓക്കെ. 3 kg of plus 3 kg of ആപ്പിളിനും കൂടെ ₹520. ഫസ്റ്റ് കണ്ടീഷൻ ശരിയല്ലേ? അടുത്തത് 3 kg of ഓറഞ്ച് 3x, 2 kg of ആപ്പിൾ 2y, 480. കണ്ടീഷൻ 2, ഇക്വേഷൻ നമ്പർ 2. രണ്ടും കിട്ടി. ഇനി നമ്മുടെ പണി എന്താണ്? ആരെങ്കിലും ഒരുപോലെ ഉണ്ടോ? ഇല്ല. 2x-ഉം 3x-ഉം 3y-ഉം 2y ഒരുപോലില്ല. ഇനി ഇവർ മൾട്ടിപ്പിൾ ആണോ? 2യുടെ മൾട്ടിപ്പിൾ ആണോ 3? 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ അല്ല, രണ്ടും അങ്ങോട്ടെങ്കിലും മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്തോണം? താഴത്തെ ആളെ എടുത്തിട്ട് മേളിലും മൾട്ടിപ്ലൈ ചെയ്തോണം, മേളത്തെ ആളെ എടുത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്തോണം. ഇപ്രാവശ്യം ആരെയാണ് ചെയ്യുന്നത്? ഇപ്രാവശ്യം വൈയെ ചെയ്യാം. എപ്പോഴും എക്സിനെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുന്നു എക്സിനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വൈയെ ചെയ്യാം. വൈയുടെ 2 അല്ലേ താഴെ, മേളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 അല്ലേ മേളിൽ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ മാറ്റി എടുത്ത മക്കളെ മൊത്തം മാറും. ഇപ്പൊ 2 × 2 4x പ്ലസ് 3 × 2 6y is equal to 520 × 2 എത്രയാണ്? അല്ലേ? അപ്പൊ ഇക്വേഷൻ നമ്പർ എന്നായിട്ട് ഇപ്പൊ മാറി? ഇത് 3 ആയിട്ട് മാറി. ഇനി ഇവരെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 9x പ്ലസ് 6y is equal to 0. 3 24, 2 3 12, 2 14. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ഇതെല്ലാം റബ് ചെയ്യാൻ പോവാ. നമുക്ക് ചെയ്യാൻ വിശാലമായ സ്ഥലം വേണം അല്ലേ? അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇവർ രണ്ടുപേരും ഇവിടെ ചെയ്യാൻ പോവാ. നോക്കിക്കോ, ഇപ്പൊ ഒരാൾ സെയിം ആയി. ആരാ? y. 6y 6y ആയി. പക്ഷെ രണ്ടുപേരും പ്ലസ് ആ. അങ്ങനെ പറ്റുമോ? ഒരാളെ മൈനസ് ആക്കണം. നമുക്കറിയാം ഒരാളെ മൈനസ് ആക്കണമെങ്കിൽ എന്നാ ചെയ്യണം? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആരെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്? 3 ചെയ്യട്ടെ. 3 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാ വരും? സൈൻ എല്ലാം മാറിപ്പോ. പ്ലസ് 4x ആയിരുന്നു, മൈനസ് 4x ആയി. പ്ലസ് 6y ആയിരുന്നു, മൈനസ് 6y ആയി. മൈനസ് 1040. ഇക്വേഷൻ നമ്പർ 5 ആയി. 4-ന് നമ്മൾ മാറ്റം വരുത്തിയോ? ഒരു മാറ്റം വരുത്തിയില്ല. അത് അതുപോലെ തന്നെ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. അവര് പോയി. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയാൽ പോരെ. ഇനി -4-ഉം +9-ഉം നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. പ്ലസും മൈനസും വന്നതാണ്. എത്രയാണ്? 5. വലുതിന്റെ സൈൻ പ്ലസ് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് എത്ര വരും? ഇത് മൈനസ്, ഇത് പ്ലസ്. അതുകൊണ്ട് സബ്ട്രാക്ഷൻ കേട്ടോ. 0 0 4 അല്ലേ? 0 5 4 400 ആണല്ലോ. ഇനി എക്സിന്റെ വില കാണാം. എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം? 5-നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ 400 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഡിവിഷൻ. 40. അപ്പൊ എക്സിന്റെ വില കിട്ടി 40. ഇനി വൈയുടെ വില കാണണം. അല്ലല്ലോ, സോറി, എക്സിന്റെ ശരിയാ. എക്സിന്റെ വില കിട്ടി 80 എന്ന് കിട്ടി. x is equal to 80. ഇനി വൈയുടെ വില കാണണ്ടേ? അപ്പൊ ഏതെങ്കിലും ഇക്വേഷൻ ആകത്തുള്ളൂ. നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇത് 4 തന്നെയാണ്. 4-ന് മാറ്റമൊന്നും സംഭവിച്ചില്ല.
ഏതിനകത്തെങ്കിലും വേണമെങ്കിൽ. ഞാൻ ഈ പ്രാവശ്യം ഫസ്റ്റ് വണ്ണിലും കൊടുക്കാൻ പോകും. ഫസ്റ്റ് വൺ എത്രയുള്ള എന്തായിരുന്നു? 2x + 3y = 520. എക്സിന്റെ വില കിട്ടി 2 × 18 കിട്ടി പ്ലസ് 3y = 520. എത്രയാണ്? 160. 2 × 80 എത്രയാ? 160 പ്ലസ് 3y = 520. 3y ഒറ്റയ്ക്ക് ആക്കാൻ വേണ്ടി 160 ഇപ്പുറത്തോട്ട് പോകും. ഇവരിവിടെ പ്ലസ് ആണ്. അപ്പുറത്ത് ചെല്ലുമ്പോൾ 520 ആദ്യം എഴുതണം കേട്ടോ മക്കളെ. മൈനസ് ആകും. -160 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 6 6 12 3 1 4 അല്ലേ? 0 1 20. അപ്പൊ 3y = 360. y ഒറ്റയ്ക്ക് ആക്കിക്കേ. 360/3 120. വൈയുടെ വാല്യൂ എത്ര കിട്ടി? 120 കേട്ടോ. അപ്പം നമ്മുടെ എക്സ് ആരാ? നമുക്ക് എടുത്തെഴുതണം. എക്സ് ആരാ? എക്സ് ഓറഞ്ച് ആയിരുന്നു തോന്നിയല്ലേ? അത് തന്നെ. എക്സ് ഓറഞ്ചും അല്ലേ? എക്സ് ഓറഞ്ച് അല്ല, മറന്നു എടുത്തത്. അതെ. അപ്പൊ പ്രൈസ് ഓഫ് ഓറഞ്ച് = എത്രയാണ്? എത്ര രൂപയായിരുന്നു? എത്ര കിട്ടിയ നമുക്ക്? 80 rupees എന്നും ₹80. പ്രൈസ് ഓഫ് ആപ്പിൾ = ₹120 എന്നും കിട്ടി. സിമ്പിൾ അല്ലേ മക്കളെ? നിങ്ങൾക്ക് എളുപ്പമായി. എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മനസ്സിലായി. കാരണം നമ്മൾ ആ ഇക്വേഷൻ സെയിം ടേംസ് ആക്കുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സൈൻ മൈനസ് ആക്കി കൊടുക്കുക. അപ്പം 3-4 ഇക്വേഷൻസ് നമ്മൾ വരും. ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും അല്ലേ? വീഡിയോ കാണുക, ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക. ആദ്യം ചെയ്തിട്ടുണ്ട്, അപ്പം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി സെക്കൻഡ് വൺ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടോണ്ട് തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാം എവിടെ തെറ്റിയെങ്കിൽ കറക്റ്റ് ചെയ്യാം മക്കളെ. നിങ്ങൾ അന്നേരം അത് പഠിച്ചിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ. ഷെയർ ചെയ്യണേ. താങ്ക്